സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് ആണ്. അവർ നമ്മുടെ കൊച്ചുമക്കളുടെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള കോപ്രായങ്ങളാണ് കുത്തി നിറക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് കുഞ്ഞാപ്പു, മറ്റൊന്ന് കോയ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ രണ്ട് പേരും പല പല കടകളുടെയും പ്രൊമോഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ പല കടകളും ഉദ്ഘാടനം ചെയ്യാൻ ഇവർ വരുന്നുണ്ട്. ഇവരുടെ ആരാധകരായിട്ടുള്ളത്, ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ആരാധകരായിട്ടുള്ളത് നമ്മുടെ കൊച്ചുകുട്ടികളാണ്, അതായത് നമ്മുടെ മക്കളാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ സമൂഹത്തിലേക്ക്, ഈ കൊച്ചുമക്കളിലേക്ക് വിടുന്ന സന്ദേശം എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഈ കോയ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം ഒരു മുസ്ലിം വേഷധാരിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു തൊപ്പി, അതുപോലെ തന്നെ ഒരു ജുബ്ബ, അതുപോലെ ഒരു മുണ്ടൊക്കെ എടുത്തുകൊണ്ട് ഒരു പിശുക്കന്റെ വേഷം, ഒരു പിശുക്കനായിട്ട് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ നന്മയൊന്നുമില്ലാത്ത ഒരു ആളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. നന്മയില്ലാത്ത ആളാണ് ഇത്തരത്തിലുള്ള ആളുകളെന്ന് കുട്ടികളിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ ഇത്തരം കഥാപാത്രങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വല്യപ്പന്മാർ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പള്ളിയിലെ കാരണവന്മാർ ആയിട്ടുള്ള ആളുകളെയൊക്കെയാണ് ഈ കഥാപാത്രങ്ങളിലൂടെ ഇവർ വരച്ചു കാണിക്കുന്നത്. ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊന്നും അല്ല എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പ്രയാസപ്പെടും എന്നുള്ളതാണ്. ഈ കുട്ടികളിലേക്ക് ഈ പകർന്നു കൊടുക്കുന്ന ഈ കഥാപാത്രങ്ങൾ പകർന്നു കൊടുക്കുന്ന ഓരോ സന്ദേശവും യഥാർത്ഥത്തിലുള്ള ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രയാസമാണ്. കാരണം ഇവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അതായത് വീഡിയോയിലൂടെ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരുടെ മനസ്സിലേക്ക്, തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ ഒരു വയല് കേട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തോ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈ വീഡിയോയിലൂടെ പല കഥാപാത്രങ്ങളിലൂടെയായി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിൽ മായാതെ മങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം, അതായത് ഇപ്പൊ ഈ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആളുകളൊന്നും ഇതിനെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ലാത്തവരാണ്. അവർക്ക് കാശാണ് മുഖ്യം. അപ്പൊ കാശിന് വേണ്ടി, ജനങ്ങളെ രസിപ്പിക്കുന്നതിന് വേണ്ടി പല കോപ്രായങ്ങളും ഇവർ കാണിച്ചു കൂട്ടുന്നുണ്ട്. തീർച്ചയായും മാതാപിതാക്കൾ വളരെ ജാഗരൂകരാകണം. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതുപോലെ തന്നെ മുമ്പൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് തൊപ്പി എന്നോ മറ്റോ ആയിരുന്നു. ആ കഥാപാത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വയം ബോധോദയം ഉണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായും വീട്ടിൽ നിന്നുള്ള അവഗണന, സ്വന്തം മാതാപിതാക്കളിൽ നിന്നുള്ള അവഗണനയാണ് അദ്ദേഹത്തെ വീണ്ടും വിചാരണ നടത്താൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആത്മപരിശോധന നടത്താൻ സഹായകമായത് എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഇത്തരം കഥാപാത്രങ്ങളായിട്ടല്ല കുട്ടികൾ ഉൾക്കൊള്ളുന്നത് എങ്കിൽ നമ്മുടെ നാട്ടിലെയും വീട്ടിലെയും ഒക്കെ കാരണവന്മാരെ ഇവർ ഈ ഒരു രൂപത്തിലാണ് മനസ്സിലാക്കുക. ഒരു തൊപ്പി വെച്ച അല്ലെങ്കിൽ ഒരു ജുബ്ബ ധരിച്ച ഇത്തരത്തിലുള്ള ആളുകളെയെല്ലാം ഒരു പിശുക്കനായും അല്ലെങ്കിൽ ഒരു മോശം രൂപത്തിലൂടെ ജീവിക്കുന്ന ആളായിക്കൊണ്ട് കുട്ടികൾ മനസ്സിലാക്കിയാൽ അത് സമൂഹത്തിന് വളരെ അധികം വിപത്താണ് ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കുട്ടികൾ കാണാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അടങ്ങുന്ന വീഡിയോകളൊന്നും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കരുത്. ഇനി അഥവാ കുട്ടികൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉസ്താദുമാരും, എൻ്റെ വീഡിയോ ശ്രവിക്കുന്ന ഉസ്താദുമാരും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളും ഒക്കെ ഇതിനെതിരെ
ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഭാവി തലമുറ, കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയാണ്. ഈ ഭാവി തലമുറയ്ക്ക് ദോഷം ചെയ്യുന്ന, അവരുടെ ബുദ്ധി വികാസത്തിന് വിഘാതമായി നിൽക്കുന്ന, അവരുടെ ബുദ്ധി വികാസത്തിന് കോട്ടം തട്ടുന്ന ഏതൊരു കഥാപാത്രത്തെയും നിങ്ങൾ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ ഇവർ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ, അത് നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അവരുടെ ക്യാരക്ടറിന് അത് നല്ലതാണെന്ന് പറയാം. നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ പലതരത്തിലുള്ള വീഡിയോസും വീഡിയോ ഗെയിമും അതുപോലെ തന്നെ ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. ആക്രമണോത്സുകത ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗെയിമുകളും അവസാനം ആത്മഹത്യയിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ കഥാപാത്രങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യവും ഇവർ ഇമിറ്റേറ്റ് ചെയ്യാൻ, ഇവര് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മളെല്ലാവരും, നല്ല മാതാപിതാക്കളും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ, ഇത്തരത്തിലുള്ള വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ നല്ല വീഡിയോകൾ കുട്ടികളെ കാണിക്കുക. നല്ല കഥകൾ, നല്ല കവിതകൾ, അതുപോലെ തന്നെ നല്ല ചരിത്ര സംഭവങ്ങളൊക്കെ കുട്ടികളെ കാണിച്ചുകൊണ്ട് അവരെ അതിലേക്ക് മാറ്റുക. എങ്കിൽ മാത്രമേ ഭാവി തലമുറ നന്നാവൂ. അല്ലെങ്കിൽ വലിയവരെ ബഹുമാനിക്കാത്ത, വലിയവരെ പിശുക്കന്മാരായി കാണുന്ന, അല്ലെങ്കിൽ വലിയവരെ മോശക്കാരായി കാണുന്ന ഒരു ഭാവി തലമുറയായിരിക്കും നമുക്കുണ്ടാവാൻ പോകുന്നത്. ഇത് വലിയ വിപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഉമ്മമാരും, ഓരോ രക്ഷിതാക്കളും ഇതിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് വരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമികപരമായ ഉപദേശങ്ങളും ദിക്റുകളും ദുആകളും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ കാര്യഗൗരവം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. കുട്ടികളെ നമ്മൾ നല്ല പൗരന്മാരായി, നല്ല ഭാവി തലമുറ നന്നാക്കാൻ വേണ്ടി പരമാവധി നിങ്ങളെല്ലാവരും ശ്രമിക്കുക. നല്ല പുസ്തകങ്ങൾ കുട്ടികളെ വായിപ്പിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുക. നല്ല പുസ്തകങ്ങളാവട്ടെ അവരുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ നല്ല വീഡിയോകളാവട്ടെ അവരുടെ കൂട്ടുകാർ, നല്ല ചരിത്ര പാഠങ്ങളാവട്ടെ അവരുടെ കൂട്ടുകാർ, സമൂഹത്തിൽ കഴിഞ്ഞുപോയ നല്ല ആളുകളെ അവർ മാതൃകയാക്കട്ടെ. അല്ലാതെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകളെ ആരാധിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീഡിയോകൾ പ്രോത്സാഹിപ്പിക്കാനോ നിങ്ങൾ ആരും തന്നെ ഇടയാക്കരുത് എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ച് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.